ഒടുവിലായി പുറത്തു വന്ന വിവരം ബൽറാം ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ പാകിസ്ഥാന് നൽകിയിരിക്കുന്ന ഈ കനത്ത തിരിച്ചടി അത് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുകയാണ് ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി ഇത് സംബന്ധിച്ച് സംസാരിച്ച് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. അമേരിക്കയുമായി, അതുപോലെ UK-യുമായി, സൗദി അറേബ്യയുമായി, UAE-യുമായി, റഷ്യയുമായി, ഈ രാജ്യങ്ങളുടെയൊക്കെ പ്രതിനിധികളുമായി ഈ തിരിച്ചടി സംബന്ധിച്ച് ഇന്ത്യ ആശയവിനിമയം നടത്തിയിരിക്കുന്നു. ഏത് പശ്ചാത്തലത്തിൽ, ഏത് സാഹചര്യത്തിൽ, ഏത് രീതിയിൽ എന്നുള്ള കാര്യം ആ രാജ്യങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുകയാണ്. ഈ നീക്കം വളരെ നിർണായകമായ നീക്കമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ, ലോകം തന്നെ ഇന്ത്യ പാക് അതിർത്തിയിലെ സാഹചര്യം ഉറ്റുനോക്കുകയായിരുന്നു. നേരത്തെ UN-ലടക്കം, രക്ഷാസമിതിയിലടക്കം ഈ വിഷയം വരുന്നതും പാകിസ്ഥാൻ അവിടെ ഒറ്റപ്പെടുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. വീണ്ടും ഈ സംഭവത്തിന് പിന്നാലെ, ഈ തിരിച്ചടിക്ക് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ അത് ചർച്ചയാവുകയും ചെയ്യും. എന്ത് നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത്, ഏത് സാഹചര്യത്തിൽ, ഏത് തരത്തിൽ ആ നീക്കം നടത്തി, ഏത് തലത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് എന്ന കാര്യം മറ്റ് രാജ്യങ്ങളോട് വിശദീകരിക്കുക എന്നത് പ്രധാനമാണ്. അത് ഇതിനോടകം ഇന്ത്യ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ആക്രമണം നടത്തിയത് ആക്രമണത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടാണ്. അത് മിന്നലാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ക്രൂയിസ് മിസൈലുകൾ അടക്കം അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വാർത്താ സമ്മേളനം സേനയുടെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. 12 മണിയോടുകൂടി. ദിലീപ് കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ് കുമാർ, ഇപ്പോഴിതാ ഈ തിരിച്ചടി ഏത് തരത്തിലാണ് നടത്തിയത് എന്നുള്ള കാര്യം ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുന്നുണ്ട്. അമേരിക്ക അടക്കമുള്ള, റഷ്യ അടക്കമുള്ള വലിയ ശക്തികളോട്, സൗദി അറേബ്യയോടൊക്കെ രാജ്യം വിശദീകരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഏത് സാഹചര്യത്തിൽ ആക്രമണം നടത്തി, ഏത് രീതിയിൽ ആക്രമണം നടത്തിയെന്ന കാര്യം ഇന്ത്യ വിശദീകരിക്കുന്നു. ദിലീപ് കുമാർ. റിജിത്ത്, ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ ലോകരാജ്യങ്ങളെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഇന്ത്യ. ഇതിനകം തന്നെ അമേരിക്ക, റഷ്യ, UK തുടങ്ങിയ രാജ്യങ്ങളുമായി, UAE, സൗദി തുടങ്ങിയ രാജ്യങ്ങളെ ഇന്ത്യ ഈ ആക്രമണത്തിൻ്റെ വിശദാംശങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായ കാര്യം, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് റൂബിയോയുമായും സംസാരിച്ചു, ഇതിൻ്റെ വിശദാംശങ്ങൾ ധരിപ്പിച്ചു. ഈ ആക്രമണത്തിൽ ഇന്ത്യ നടത്തിയ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ സാധാരണക്കാർക്കൊന്നും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല. ഇന്ത്യ തെരഞ്ഞെടുത്തത് ഭീകര താവളങ്ങളെ മാത്രമാണ്. ഇന്ത്യൻ മണ്ണിൽ കടന്നുകൊണ്ട് 26 പേരുടെ ജീവനെടുത്ത ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. ആ ലക്ഷ്യമാണ് പുലർച്ചെ നടത്തിയ 1:30 നടത്തിയ ഈ ആക്രമണത്തിലൂടെ ഭീകരതാവളങ്ങൾ മാത്രമാണ് ആക്രമിച്ചതെന്നാണ് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ലഷ്കറിൻ്റെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ താവളങ്ങളാണ് തകർത്തതിൽ ഉൾപ്പെടുന്നത്. ഭീകരതാവളങ്ങളിൽ ഇപ്പോഴും പരിശീലനം നടക്കുന്നുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ ഇന്ത്യ ലോകരാജ്യങ്ങളെ അറിയിച്ചിരുന്നതാണ്. പാകിസ്ഥാൻ ശക്തമായ നടപടി എടുക്കുന്നില്ല. പാകിസ്ഥാൻ ഈ ഭീകരതയ്ക്ക് പാലൂട്ടി വളർത്തുകയാണ് എന്ന കാര്യവും നേരത്തെ തന്നെ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളെ ധരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ ആക്രമണത്തിന് പിന്നാലെ, ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അവിടെ തെരഞ്ഞെടുത്തത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് എന്ന കാര്യം ഇപ്പോൾ അറിയിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളെ. പ്രധാനപ്പെട്ട ലോകരാഷ്ട്രങ്ങളെയൊക്കെ ഇന്ത്യ ഇതിനകം തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീജിത്ത്. ദിലീപ് കുമാർ, അതിർത്തിയിൽ സ്വാഭാവികമായും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുടരുന്ന ജാഗ്രതയുണ്ട്. അതിനിടയിൽ പലതരത്തിലുള്ള പ്രകോപനം പല ദിവസങ്ങളിലായി, പല സെക്ടറുകളിലായി പാകിസ്ഥാൻ സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മൾ സ്വീകരിച്ച നടപടികൾ അത് നമുക്ക് മുമ്പിലുണ്ട്. ഈ ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമായി നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യ പാക് അതിർത്തിയിൽ എയർ ഡിഫൻസ് യൂണിറ്റുകളടക്കം വിന്യസിക്കുന്ന നിലയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. എന്ത് നടപടി ഇതിൻ്റെ ഭാഗത്തുനിന്ന്, പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ നേരിടുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. മറ്റൊന്ന്, ഒരു സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന് രാജ്യം തയ്യാറെടുക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇന്ന് അത് തീരുമാനിച്ചിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, ഈ തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിക്കുന്ന ഒരു രാജ്യമല്ല പാകിസ്ഥാൻ എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഉറിയിലെയും പുൽവാമയിലെയും ഒക്കെ സാഹചര്യം നമുക്കറിയാം. അതിശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടായിട്ടും വീണ്ടും പഹൽഗാമിൽ അതിന് ധൈര്യം കാണിക്കുന്ന, അല്ലെങ്കിൽ അതിന് മുതിരുന്ന തരത്തിലുള്ള സമീപനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. ദിലീപ് കുമാർ. ശ്രീജിത്ത്, പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയെ ഇടയ്ക്കിടെ വന്ന് തോണ്ടുക, വൻ തോൽവി ഏറ്റുവാങ്ങുക എന്നത് പാകിസ്ഥാൻ ആ രാജ്യം രൂപീകരിച്ച കാലം മുതൽ തന്നെ
അവർക്ക് നേരിടേണ്ടി വരുന്ന അനുഭവമാണ്. ഇപ്പോഴും ഈ പഹൽഗാമിൽ 22-ാം തീയതി നടത്തുന്ന ഭീകരാക്രമണം 26 പേർ കൊല്ലപ്പെടുന്നു. ഇതിനു പിന്നാലെ ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നേരത്തെയുള്ള അനുഭവങ്ങളിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ട് ഈ ആക്രമണത്തിന് മുമ്പ് തന്നെ അവർ അതിർത്തിയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിരുന്നു. രാഷ്ട്രങ്ങൾക്കിടയിൽ ലോകത്ത് തന്നെ കശ്മീർ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക. കശ്മീരിൽ ഇപ്പോൾ സമാധാനം പുലരുന്നു, ശാന്തി പുലരുന്നു. അവിടെ ടൂറിസം മേഖല വികസിക്കുന്നു, കാർഷിക മേഖല വികസിക്കുന്നു, ജനജീവിതം സാധാരണ നിലയിലേക്ക് വന്നിരിക്കുന്നു. നിരവധി യുവാക്കൾ ഈ ടൂറിസത്തെ ആശ്രയിച്ച് അവരുടെ ഉപജീവന മാർഗം നടത്തുന്നു. അങ്ങനെ അത്തരമൊരു സാഹചര്യത്തിലേക്ക്, മാത്രമല്ല കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കശ്മീർ വിഷയത്തെ ഒരുപക്ഷെ ഈ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വീണ്ടും ഒരു ചർച്ചയാക്കുന്നതിനാകാം പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക. ഏതായാലും ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയിൽ കടന്നുള്ള ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അവരുടെ ഭരണാധികാരികളുടെ വാക്കുകളിൽ നിന്ന് തന്നെ, അത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ വാക്കിൽ നിന്നായാലും, ഷഹബാസ് ഷെരീഫ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ കണ്ടപ്പോൾ, അദ്ദേഹത്തെ ഇതിനു ശേഷം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ചെന്ന് കണ്ടപ്പോൾ നവാസ് ഷെരീഫ് സ്നേഹബുദ്ധ്യ അദ്ദേഹത്തോട് ഉപദേശിച്ചു, ഇന്ത്യയോട് ഒരു യുദ്ധം ചെയ്യാൻ പോകരുത്, ഇന്ത്യയെ ആക്രമിക്കാൻ തുനിയരുത്, അത് വലിയ തിരിച്ചടിക്ക് കാരണമാകും എന്നൊക്കെ സഹോദരനോട് പറഞ്ഞു നോക്കിയതാണ്. പക്ഷേ അങ്ങനെ, അതായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ പാകിസ്ഥാൻ നേതാക്കൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവരുടെ ആണവ പോർമുനകൾ ഇന്ത്യക്കു നേരെ തിരിച്ചു വച്ചിരിക്കുകയാണെന്നൊക്കെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുകയും അങ്ങനെ ആ നിലയിലുള്ള അവകാശവാദങ്ങൾ അവരുടെ നേതാക്കൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ തുടങ്ങിയ അവരുടെ ഈ അതിർത്തിയിൽ നിന്നുള്ള, നിയന്ത്രണ രേഖയിൽ നിന്നുള്ള പ്രകോപനങ്ങൾ, വെടിവെപ്പുകൾ അതൊക്കെ തുടരുകയും ഇന്ത്യ ശക്തമായ നിലയിൽ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. ഇത് ഈ സൈനിക നീക്കം മാത്രമായിരുന്നില്ല, സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ കണ്ടതാണ് അന്നു മുതൽ തന്നെ. അത് ഉന്നത തലങ്ങളിലുള്ള ചർച്ചകൾ, അതുപോലെ തന്നെ ശ്രീനഗറിൽ നടക്കുന്ന ചർച്ചകൾ, കരസേനാ മേധാവി ശ്രീനഗറിലെത്തി അവിടെ നടത്തിയ ചർച്ചകൾ, അങ്ങനെ ആ നിലയിലുള്ള ചർച്ചകൾ. കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒക്കെ നിരവധി ചർച്ചകൾ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ നിരവധി ചർച്ചകളാണ് നടത്തിയത്. സംയുക്ത സേനാ മേധാവി, വിവിധ സേനാ വിഭാഗത്തിൻ്റെ തലവന്മാർ എന്നിവരൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നതുമാണ്. മാത്രമല്ല അതിർത്തിയിലൊക്കെ വളരെയധികം അതിർത്തിയിൽ ജാഗ്രത ശക്തമാക്കുകയും അവിടെയെല്ലാം സേനാവ്യൂഹങ്ങൾ അവിടെ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകും, കാരണം നേരത്തെ ഉള്ള അവരുടെ അനുഭവം വെച്ച് ഇങ്ങനെ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ഒരു മിന്നലാക്രമണം ഉണ്ടായേക്കാം എന്ന് പാകിസ്ഥാൻ ഭയപ്പെട്ടിരുന്നു. പക്ഷേ അവരുടെ സൈനിക വിന്യാസം, അതോടൊപ്പം തന്നെ അവരുടെ ഈ വ്യോമ സംവിധാനങ്ങളെയൊക്കെ നിരീക്ഷിക്കാൻ കഴിയുന്ന റഡാർ സംവിധാനം, ഇതൊക്കെ ഉള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് ഏതായാലും ഇന്ത്യക്ക് കടന്നു കയറാൻ കഴിയില്ല എന്ന ഒരു ആത്മവിശ്വാസത്തിലും ഹുങ്കിലുമായിരുന്നു അവർ. പക്ഷേ അതിനാണ് വലിയ തിരിച്ചടി. അതായത് പുലർച്ചെ തന്നെ ഈ 1:30 ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ കരസേനയുടെയും വ്യോമസേനയുടെയും ഒരു സംയുക്ത നീക്കമായിരുന്നു. പ്രധാനമായും 4 സ്ഥലങ്ങളിൽ നടത്തിയ മുരിഡ്ക, ബഹവൽപൂർ, മുസഫറാബാദ്, കോട്ട്ല എന്നിവിടങ്ങളിലായി 9 സൈനിക കേന്ദ്രങ്ങൾ. ഇതിൽ മുരിഡ്ക എന്ന് പറയുന്നത് ലഷ്കർ ഇ തയ്ബയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ബഹവൽപൂർ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദ്, മൗലാന മസൂദ് അസറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന നേരത്തെ നടത്തിയിട്ടുള്ള ഭീകരാക്രമണങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന സംഘടന. ശ്രീനഗറിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയവരാണ് ഈ ജെയ്ഷെ മുഹമ്മദ്. ആ ജെയ്ഷെ മുഹമ്മദിൻ്റെയും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തയ്ബയുടെയും ഭീകര കേന്ദ്രങ്ങളാണ് ഇപ്പോൾ അത് മാത്രം ലക്ഷ്യമിട്ടാണ്, അതായത് അവിടെയുള്ള സാധാരണക്കാരുടെ ജീവൻ എടുക്കാത്ത വിധം അവിടെയുള്ള സൈനിക താവളങ്ങൾക്ക് നേരെ, പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താത്ത വിധം ഈ ഭീകര താവളങ്ങൾ മാത്രം തെരഞ്ഞുപിടിച്ചുള്ള ആക്രമണമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടത്തിയത്. ഇപ്പോൾ അതിർത്തിയിൽ കൂടുതൽ ജാഗ്രതയോടെ ഇന്ത്യ സേനാ വിഭാഗങ്ങളെ വിന്യസിക്കുന്നുണ്ട്. രാജസ്ഥാൻ അതിർത്തിയിൽ ജയ്സാൽമറിൽ ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾ പറന്നുയരുന്നുണ്ട്. ശ്രീനഗർ വിമാനത്താവളം യാത്രക്കാർക്കായി അടച്ചിരിക്കുകയാണ്. ഏതായാലും ഇനി ഒരു തീരുമാനം വരുന്നതുവരെ സൈനിക ആവശ്യങ്ങൾക്കായിരിക്കും ശ്രീനഗർ വിമാനത്താവളം ഉപയോഗിക്കുക.
പാകിസ്ഥാനാകട്ടെ അക്ഷരാർത്ഥത്തിൽ വിറച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ, ആലില പോലെ വിറച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ അവിടെ ഇപ്പോൾ രാവിലെ 10 മണിയോടുകൂടി അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഇത് കൂടാതെ പഞ്ചാബ് മേഖല, പാകിസ്ഥാനിലെ പഞ്ചാബ് മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ ലാഹോർ, സിയാൽകോട്ട് വിമാനത്താവളങ്ങൾ പാകിസ്ഥാൻ അടയ്ക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരാക്രമണത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് പാകിസ്ഥാൻ മോചിതമായിട്ടില്ല. പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ ഈ ആക്രമണത്തിന് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഈ പുലർച്ചെ തന്നെ കാണാനാകുന്നത്. അർദ്ധരാത്രി തുടങ്ങിയ ആക്രമണത്തിൻ്റെ അതിൻ്റെ ഞെട്ടലിൽ നിന്ന് പാകിസ്ഥാൻ ഇനിയും മോചിതമായിട്ടില്ല.